ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ലേവ്യ പുസ്തകം 9, 10 അധ്യായങ്ങളിലേക്ക് നാം വന്നിരിക്കുകയാണ്. നാം മുമ്പ് ചിന്തിച്ചു വന്നതുപോലെ ഇതെല്ലാം യാഗങ്ങളുടെ പ്രമാണങ്ങൾ, അതിനെ നിയമപ്രകാരം അർപ്പിക്കണമെന്ന് ലേവ്യ പുസ്തകം 9 അധ്യായത്തിൽ വരുമ്പോൾ 15 വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ജനത്തിൻ്റെ വഴിപാട് കൊണ്ടുവന്നു. ജനത്തിനു വേണ്ടി പാപയാഗത്തിനുള്ള കോളയാടിനെ പിടിച്ചറുത്ത് മുമ്പിലത്തേതിനെ പോലെ പാപയാഗം അർപ്പിച്ചു. അവൻ ഹോമയാഗം കൊണ്ടുവന്ന് അതും നിയമപ്രകാരം അർപ്പിച്ചു. അപ്പോൾ എല്ലാം ഒരു ക്രമമില്ലാതെയല്ല, ദൈവം പറഞ്ഞതിനനുസരിച്ച് അവിടെ നിയമപ്രകാരം അവിടെ അർപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ 9 അധ്യായം തുടങ്ങുന്നത് 8-ാം ദിവസം മോശ അഹരോനെയും പുത്രന്മാരെയും ഇസ്രായേൽ മൂപ്പന്മാരെയും വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ 7 ദിവസം അവരോട് അതിൻ്റെ ആരംഭത്തിങ്കിലാണ് പുറത്തിറങ്ങരുത്, യഹോവയുടെ സന്നിധിയിൽ തന്നെ കാത്തിരിക്കണം, 7 ദിവസം രാവും പകലും സമാഗമന കൂടാരത്തിന് വാതിൽക്കൽ പാർത്ത് യഹോവയുടെ കൽപ്പന അനുസരിക്കണം. അങ്ങനെ അവർ ആദ്യത്തെ 7 ദിവസം ഒരു ദിവസത്തിന് കാത്തിരിക്കുകയാണ്, അവിടെ ശുശ്രൂഷ ആരംഭിക്കുക. എന്നിട്ട് 8-ാം ദിവസം വിളിച്ച് അവരാദ്യമായിട്ട് യാഗം അർപ്പിക്കുക. അപ്പോൾ ഒന്നാമത് അവിടെ പറയുന്നത് 2-ാമത്തെ വാക്യത്തിൽ പാപയാഗത്തിനായി ഊനമില്ലാത്തൊരു കാളക്കുട്ടി, അത് അഹരോന് വേണ്ടി തന്നെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ആദ്യം അർപ്പിക്കണം, പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി. അവിടെ അതാണ് പറയുന്നത്, സ്വന്തം പാപങ്ങൾ. അപ്പോൾ പാപയാഗത്തിന് ഒരു കാളക്കുട്ടിയും ഹോമയാഗത്തിന് ഒരു ആട്ടുകൊറ്റനെയും എടുത്ത് യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കണം. അത് യാഗം കഴിച്ചതിന് ശേഷം ജനത്തിന് വേണ്ടി പാപയാഗം അർപ്പിക്കണം. നിങ്ങൾ പാപയാഗത്തിന് ഊനമില്ലാത്തൊരു കോലാടിനെ, ഹോമയാഗത്തിൻ്റെ ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത കാളക്കുട്ടി, ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ചെമ്മരിയാട്ടിൻകുട്ടി. വ്യത്യസ്തമായിട്ടുണ്ട്. പുരോഹിതനും ജനത്തിന് വ്യത്യസ്തമായിട്ട് അവിടെ പറയുകയാണ്. കാരണം നമ്മൾ കാണുന്നുണ്ട്, ഈ തെറ്റ് ചെയ്യുമ്പോൾ പോലും അവിടെ തെറ്റിന് അവരവരുടെ നിലയ്ക്കനുസരിച്ച് ദൈവം അതിനെ വിധിക്കുന്നത്. ഒരു വ്യക്തി എത്രത്തോളം അറിയാം. ഇപ്പോൾ പരീക്ഷ ഇടുമ്പോൾ അവരവരുടെ ലെവലിലല്ലേ, ഈ ലെവൽ അല്ലേ, ആ ലെവലിലുള്ളവർക്കാണ് ഇന്ന ലെവലിൽ. ഇപ്പോൾ ഏത് ഇതിലാണോ സബ്ജക്റ്റിലാണോ അവർ അതിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനു വേണ്ടിയുള്ള ടെസ്റ്റിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ അഹരോൻ മനസ്സിലാക്കിയതുപോലെയല്ല ജനങ്ങളെക്കാൾ കൂടുതൽ അറിവും ഇത് ചെയ്യരുത് അങ്ങനെയുള്ള നിയമങ്ങളും സമർപ്പണവും ഒക്കെ കൂടുതലായിട്ട് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവർ തെറ്റിയുമ്പോൾ അതിന് കൂടുതൽ ശിക്ഷ ഉണ്ടെന്ന് പറയും. നിയമം അറിയാവുന്നവർ നിയമം തെറ്റിക്കുമ്പോഴല്ലേ കൂടുതൽ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ അഹരോന് വേറെ ജനത്തിന് വേറെ. അങ്ങനെ നിങ്ങളത് അർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് പ്രത്യക്ഷമാകുമെന്ന് അവിടെ പറയുന്നത്. അങ്ങനെ ദേഹവും കൽപ്പിച്ചതുപോലെ ആദ്യം അഹരോന് തനിക്ക് വേണ്ടി ഈ പാപയാഗവും ഹോമയാഗവും സമാധാനവും അർപ്പിക്കുന്നു. പിന്നീട് ജനത്തിനു വേണ്ടിയും ഇത് അർപ്പിക്കുകയാണ്, പാപയാഗവും ഹോമയാഗവും സമാധാനവും അർപ്പിക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണാം, നമുക്കുള്ള മഹാപുരോഹിതൻ എന്ന് പറയുന്നത് സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ട ആവശ്യമില്ലാത്തൊരു മഹാപുരോഹിതൻ. മറ്റുള്ളത് അവരുടെ പാപങ്ങൾക്ക്, പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്ക്. ഇവിടെയോ നമുക്കുള്ള മഹാപുരോഹിതൻ ഇന്ന് കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. തൻ്റെ രക്തം അർപ്പിച്ച് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ അവൻ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയല്ല മരിച്ചത് ക്രൂശിൽ, നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി. അതാണ് യാഗം എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ എല്ലാം ഈ അഹരോൻ പ്രവർത്തിക്കുകയാണ്, മോശ പറഞ്ഞതുപോലെ. എന്നിട്ട് അവർ രക്തം കൊണ്ടുവരുന്നു, രക്തം മോശ എടുത്ത് യാഗപീഠത്തിൽ തളിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന പ്രമാണം പോലെയൊക്കെ ചെയ്യുകയാണ്. എന്നിട്ട് ജനത്തെ ആശീർവദിക്കുകയാണ്. 9-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിലേക്ക് ഒരു മോശയും അഹരോനും സമാഗമനകൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിന് പ്രത്യക്ഷമായി. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്ത് സാഷ്ടാംഗം വീണു. അവിടെ പ്രത്യക്ഷമായി ദൈവം വെളിപ്പെടുകയാണ്. പുതിയ നിയമത്തിൽ ഇങ്ങനെ നമ്മൾ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ട് ദൈവ സാന്നിധ്യം നമ്മളിൽ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത. നമ്മളിൽ അവൻ വസിക്കുന്നു. മറ്റേ സമാഗമന കൂടാരത്തിലേക്ക് ചെല്ലണം അവർക്ക് ദൈവത്തെ കാണണമെങ്കിൽ. എന്നാൽ നമ്മൾ ദൈവത്തിലേക്ക് അടുത്ത് വരുമ്പോൾ, നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ നമ്മൾ തന്നെ ദൈവത്തെ കാണുകയാണ്. നമ്മുടെ ഉൾക്കണ്ണുകൾ കൊണ്ട് ദൈവത്തെ കാണുക, ദൈവത്തെ അനുഭവിക്കുവാൻ, ദൈവത്തെ രുചിച്ചറിയുവാനൊക്കെ നമുക്ക് സാധിക്കുന്ന ഒരനുഭവം. ഇവിടെ തേജസ്സിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ തേജസ്കരണത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ അവിടെ അനുസരണമാണ് ഈ തേജസ്കരണത്തിലേക്ക് പോകുന്നതിനുള്ള പടി എന്ന് പറയുന്നത്. 10-ാമത്തെ അധ്യായത്തിൽ അബീഹൂവും നാദാവും അന്യാഗ്നി കത്തിച്ചു എന്ന് പറയുന്നുണ്ട്. ദൈവം പറയാത്ത ശുശ്രൂഷകൾ ചെയ്യുക എന്നുള്ളതാണ് അവിടെ. ദൈവം പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യുകയാണ്. അവരോട് പറഞ്ഞില്ല അത് ചെയ്യാൻ. അഹരോനോടും പുത്രനോടും പറഞ്ഞു അത് ഇന്ന വിധം ചെയ്യണമെന്ന് പറഞ്ഞു. അവർ അതുപോലെ ചെയ്യണമായിരുന്നു. പക്ഷെ അവർ
തന്നെ അവിടെ അന്യാഗ്നി കൊണ്ടുവന്നാണ് പറയുന്നത്. പറഞ്ഞാൽ ദൈവം കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി ധൂപമൊക്കെ ഇട്ട് അവർ കൊണ്ടുവരികയാണ്. പക്ഷെ അവിടെ പറയുകയാണ്, എന്നോട് അടുക്കുന്നവരിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടുമെന്ന്. ദൈവത്തോട് അടുക്കുമ്പോൾ നമ്മളിൽ കൂടെ ദൈവം ശുദ്ധീകരിക്കപ്പെടും. നമ്മളെന്നും കറുത്ത പ്രാർത്ഥന ചൊല്ലാറുണ്ട്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന്. എങ്ങനെ ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടേണ്ടത്? ദൈവത്തിൻ്റെ നാമം വിശുദ്ധമാണല്ലോ, ദൈവം വിശുദ്ധനാണല്ലോ, ദൈവാതിപരിശുദ്ധനാണല്ലോ ദൈവം, അല്ലേ? അപ്പം ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഹെസ്കേലൊക്കെ പറഞ്ഞു, ഞങ്ങൾ മുഖാന്തരം അശുദ്ധമായി പോയിരുന്ന നിന്റെ നാമത്തെ ഞങ്ങളിൽ കൂടെ, അതായത് നിങ്ങൾ മുഖാന്തരം അശുദ്ധമായി പോരുന്ന എൻ്റെ നാമത്തെ നിങ്ങളിൽ കൂടെ തന്നെ ഞാൻ വിശുദ്ധീകരിക്കപ്പെടുമെന്ന് പറയുന്നത്. അപ്പം നമ്മളെ കണ്ടിട്ടിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഒരു ജ്യോത്സ്യന് എന്തോന്നു വിജാതി ഇതിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ക്രിസ്തീയ സഭയൊക്കെ ചോദ്യം ചെയ്യുകയാണ്. കാരണം നടക്കുന്ന ഓരോ കുർബാനയ്ക്ക് വേണ്ടി അടിയുണ്ടാക്കുന്നു, മേശ അങ്ങോട്ട് തള്ളുന്നു ഇങ്ങോട്ട് തള്ളുന്നു, എറണാകുളത്ത് സംഭവിച്ച കാര്യങ്ങൾ അത് കണ്ടിട്ട് അവർ പറയുക, യേശുവിൻ്റെ സ്നേഹം എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്? അപ്പോൾ അവരൊക്കെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ക്രിസ്ത്യാനികൾ നാമമുണ്ട്, ക്രിസ്ത്യാനി നാമമുണ്ട്, പക്ഷേ ക്രിസ്ത്യാനിത്വം ഇല്ല അവിടെ. ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനിത്വം എന്ന് പറയും. ജനിച്ചതുകൊണ്ട്, ക്രിസ്തീയതയിൽ ജനിച്ചതുകൊണ്ട് അങ്ങനെ അതല്ല നമ്മൾ ശരിക്കും. അപ്പം നമ്മൾ കൂടെ ദൈവത്തിന് നാം ദുഷിക്കപ്പെടുക, അങ്ങനെ ദുഷിക്കപ്പെടാനല്ല വിശുദ്ധീകരിക്കപ്പെടാനാണ് നമ്മളെന്നും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വാക്കും നടപ്പും പ്രവൃത്തികളും എല്ലാം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ നാമം നമ്മളിൽ കൂടെ ശുദ്ധീകരിക്കപ്പെടുക. അപ്പോൾ മറ്റുള്ളവർ ദൈവത്തെ നമ്മളിൽ കൂടെ കാണുക, ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ എല്ലാത്തിൻ്റെയും പ്രതിബിംബം നമ്മളിൽ കൂടെ കാണുക, നമ്മളിൽ കൂടെ അത് റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതായിരിക്കണം. അപ്പോൾ അതിനിവിടെ പറയുന്നതാണ് അനുസരിക്കുക. ദൈവത്തെ അനുസരിക്കുമ്പോൾ, ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മൾ ദൈവം വിശുദ്ധീകരിക്കപ്പെടും. എന്നിട്ട് അവരോട് പറയുകയാണ്, വിശുദ്ധീകരണത്തെ കുറിച്ച് 2-3 വാക്യങ്ങൾ കൂടെ പറയുന്നതായിരിക്കും. അതായത് റോമർക്ക് ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് 29-ാമത്തെ വാക്യം, അവൻ മുന്നേ അറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോടെ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അതാണ് തേജസ്കരണം എന്ന് പറയുന്നത്, ഗ്ലോറിഫിക്കേഷൻ. മുൻ നിയമിച്ചിട്ടുണ്ട് നമ്മളെ ദൈവം, മുൻ അറിഞ്ഞിട്ടുണ്ട് നമ്മളെ ദൈവം, അതേ സമയത്ത് നമ്മളെ വിളിക്കുന്നു. അങ്ങനെ മുൻ നിയമിച്ച് വിളിച്ച് നമ്മൾ ആ വിളി അനുസരിച്ച് ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ നമ്മളെ ദൈവം നീതീകരിക്കുക, ക്ലൻസിങ് ചെയ്യുക, നമ്മളെ ശുദ്ധീകരിക്കുക. നമ്മുടെ സകല അനീതിയും പോക്കി യേശുവിൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കും. ശുദ്ധീകരിച്ചു കഴിഞ്ഞ് അടുത്ത പടി എന്ന് പറഞ്ഞാൽ തേജസ്കരണമാണ്. നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കും. തേജസ്കരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല പ്രകാശമായ അനുഭവത്തിൽ, കാരണം നമുക്ക് തെറ്റുകളും കുറ്റങ്ങളും എല്ലാം വ്യക്തമായി മനസ്സിലാകുന്നു. തെറ്റേത്, ദൈവത്തിൻ്റെ പ്രമാണം ഏത്, ലോകത്തിൻ്റെ ഏത്, ശത്രുവിൻ്റെ ഏത്, എല്ലാം നമുക്കൊരു തിരിച്ചറിവ് കിട്ടുക നമ്മുടെ അന്തരംഗത്തിൽ തന്നെ. ഈ ഒരു വെളിച്ചം എന്ന് പറഞ്ഞാൽ അത് ബോധമാണ്. വെളിച്ചം എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു മുറി ശരിയാക്കാൻ പോവുക, ക്ലീൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ ഒരു വെളിച്ചം കത്തിച്ച് വെക്കുകയാണ്, അല്ലെങ്കിൽ ലൈറ്റ് ഇടുകയാണ്. ആ പ്രകാശം എത്രമാത്രം ഒരു മങ്ങിയ പ്രകാശമാണെങ്കിൽ അവിടുത്തെ ചെളിയൊന്നും അധികം വെളിപ്പെടുകയില്ല, അല്ലേ? ആ മുറിയിലെ അല്ലെങ്കിൽ വസ്ത്രത്തിലെ വലിയ വെളിച്ചം കുറവുള്ള സ്ഥലത്താണെങ്കിൽ വസ്ത്രത്തിലെ അഴുക്ക് പ്രത്യേകിച്ച് മനസ്സിലാകത്തില്ല. എന്നാൽ വെളിച്ചം കൂടുന്തോറും നമ്മുടെ വസ്ത്രത്തിലെ അഴുക്ക് വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. ബില്ലിഗ്രാമിൻ്റെ ഇതാന്ന് തോന്നുന്നു. ഒരിക്കൽ അന്ന് ആദ്യമൊക്കെ ഈ TV റെക്കോർഡിംഗ് ഒക്കെ തുടങ്ങുന്ന സമയം, അപ്പോൾ ഈ സ്റ്റുഡിയോക്കാർ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് വീടെല്ലാം ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ആ എല്ലാം ക്ലീനൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിന് അവർ വന്നിട്ട് അവരുടെ വലിയ ലൈറ്റ് അങ്ങോട്ട് ഇട്ടു. ഇപ്പോൾ അങ്ങനത്തെ കാണാൻ പറ്റുന്നില്ല. എന്നാൽ സ്റ്റുഡിയോയിൽ അത് വലിയ ലൈറ്റ്, പ്രകാശത്തിൻ്റെ ലൈറ്റാണ്. ഇന്നും റെക്കോർഡിങ് സ്റ്റുഡിയോ അങ്ങനത്തെ ലൈറ്റുകളുണ്ട്. അപ്പോൾ അതിട്ടപ്പോൾ ഈ രുദ്രയാണെന്ന് അവർ പറയുക, അയ്യോ ഞാൻ വിചാരിച്ച് വീടെല്ലാം ക്ലീനായിരുന്നു. പക്ഷേ ആ വെട്ടം ഇട്ടപ്പോഴത്തേക്കും ഭിത്തിയിൽ അവിടെ ഇവിടെയൊക്കെ എല്ലാം ചെറു അഴുക്കും എല്ലാം വെളിപ്പെട്ട് വരികയാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തോട് അടുക്കുന്തോറും നമ്മളിൽ നമ്മൾക്ക് എവിടെയൊക്കെയാണ് മാറ്റേണ്ടതെന്നുള്ള ഒരനുഭവം നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ നമ്മളതിനെ ഓർത്ത് അനുദപിക്കുകയും ദൈവം അത് നമ്മൾ നീക്കി നമ്മളെ ശുദ്ധീകരിക്കുക, നമ്മൾ കഴുകുക, വെടിപ്പാക്കുക. കണ്ണാടി നോക്കുമ്പോൾ അത് തന്നെ സംഭവിക്കുന്നു. ഒരു അഴുക്ക് പിടിച്ചൊരു കണ്ണാടിയെ നമ്മൾ നോക്കിയാൽ നമ്മുടെ അഴുക്കൊന്നും മനസ്സിലാകത്തില്ല. എന്നാൽ കണ്ണാടി എത്ര ക്ലീൻ ആയിരിക്കുന്നോ അത്രത്തോളം നമ്മളിൽ ഉള്ള അഴുക്കുകളും അതായത് കളങ്ക എല്ലാം മാറ്റാനായിട്ട് നമുക്ക് പറ്റും. ഇവിടെ തേജസ്കരിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ദൈവം തൻ്റെ കൃപയാൽ നമ്മളെ വിളിച്ചു. 9:23 പറയുകയാണ്, വിളിച്ച് തേജസ്സിനെ മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മളിൽ തൻ്റെ തേജസ്സിൻ്റെ തന്നെ വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചു. നാശയോഗ്യമായ കോപപാത്രങ്ങൾ വല്ല ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്?
നമ്മളിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തേണ്ടതിന് ദൈവം എത്രമാത്രം വിശുദ്ധനാണോ എന്ന് ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ കൂടെ മനസ്സിലാക്കിക്കേണ്ടതിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ തേജസ് കൊണ്ട് തീരുന്നില്ല, തേജസ്സിന്മേ തേജസ് പ്രാപിച്ചത് നമ്മൾ വായിക്കുന്നത്. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ മോശ ദൈവസന്നിധിയിൽ കയറി ചെന്ന് 40 ദിവസം കഴിഞ്ഞ് ഇറങ്ങി വന്നിരുമ്പോൾ മോശയുടെ മുഖം ശോഭിച്ചെന്ന് പറയുന്നത് തേജസ് ഇല്ലേ. അത് ജനത്തിന് നോക്കാൻ പറ്റാതെ അപ്പോഴാണ് മൂടുപടം എടുത്തിടുന്നത്. അപ്പോൾ ജനത്തിലേക്ക് തിരിയുമ്പോൾ മോശ മൂടുപടം ഇടും, ദൈവത്തിലേക്ക് തിരിയുമ്പോൾ മൂടുപടം മാറ്റും. ഇത് തന്നെ ഇന്ന് പൗരോസ്ത്യ സഭകളിലൊക്കെ ചിലത് ഫോളോ ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ പ്രതീകാത്മകമായിട്ടാണ്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മൂടുപടം നീങ്ങിപ്പോയിട്ട് ഇപ്പോൾ എവിടെയാണ്? നമ്മുടെ ഹൃദയങ്ങളിലാണ് ദൈവം പ്രകാശിക്കുന്നത്. അത് 18-ാമത്തെ വാക്യം നമ്മൾ കാണുന്നുണ്ട്. ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായ തേജസ്സിന്മേ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അതുപോലെ തന്നെ എന്നാൽ മൂടുപടം നീങ്ങി മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായ നാം എല്ലാവരും. എന്നിട്ട് 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ാമത്തെ വാക്യം. അപ്പോൾ ഇത് അനേകർക്ക് മനസ്സിലാകുന്നില്ല. പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് എത്ര മറഞ്ഞിരിക്കുന്നത്. ദൈവ പ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. എന്നാൽ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വെളിങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ അവിടെ മുഖത്താണ് പ്രകാശിച്ചത്, എന്നാൽ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിലാണ് ഈ പ്രകാശം. എന്നിട്ട് നമ്മൾ അവനോട് സദൃശരാകുകയാണ്. എന്നിട്ട് അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നില്ല, ദൈവത്തിൻ്റെ ദാനമത്ര എന്നോട് പറയാം. അപ്പോൾ തേജസ്സിൻ്റെ നിത്യഹനം ഞങ്ങൾക്ക് കിട്ടുവാൻ 17-ാമത്തെ വാക്യം എന്ന് പറയും. അപ്പം ഞാനത് ഔട്ട്ലൈനായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മളെ ഗ്ലോറിഫൈഡ്, ജസ്റ്റിഫിക്കേഷൻ നീതീകരണം, ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത് തേജസ്കരണം. അപ്പം നമ്മൾ നീതീകരിക്കപ്പെട്ടാൽ മാത്രം പോരാ, അത് കഴിഞ്ഞിട്ട് അടുത്തപടിയാണ് തേജസ്കരണം, അവൻ്റെ പ്രതിമയായി. അതേപോലെ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ പറയാനായിട്ട് ശ്രമിക്കുക. അതായത് ഒബീഡിയൻസിൽ കൂടിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ദൈവം പറയുന്നുണ്ട് അനുസരിക്കുക എന്നുള്ളത്. ആരോനോടും മക്കളോടും അവിടെ പറയുകയാണ്, നിങ്ങൾ വീഞ്ഞും മദ്യവും കുടിക്കരുതെന്ന്. അത് വലിയൊരു കൽപ്പനയായിട്ട് അവിടെ പറയുകയാണ്. ഇത് നിങ്ങൾക്കൊരു ഹോംവർക്ക് പോലെ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെ രേഖാഭിഗ്രഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് വന്ന് ദേവാലയത്തിൻ്റെ അടുക്കുള്ള ഒരു പ്രഭുവിൻ്റെ മുറിയിൽ നിർത്തിയിട്ട് അവർക്ക് വീഞ്ഞ് കുടിക്കാൻ കൊടുക്കണമെന്ന് യെരമ്യാ പ്രവാചകനോട് പറയുക. രേഖാഭിഗ്രഹത്തെ വിളിച്ചുകൊണ്ട് വന്നു. അവരൊക്കെ മുമ്പിൽ വീഞ്ഞ് കൊടുത്തു, വീഞ്ഞ് കലങ്ങളും എല്ലാം ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വീഞ്ഞ് കുടിക്കത്തില്ല, കാരണം ഞങ്ങളുടെ അപ്പനായ രേഖാബ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിങ്ങളുടെ മക്കൾ ഒരിക്കലും വീഞ്ഞ് കുടിക്കരുത്. അപ്പോൾ അവർ അപ്പൻ പറഞ്ഞത് അവരനുസരിക്കുക. തലമുറയെ അവർ വീഞ്ഞ് കുടിക്കത്തില്ല, അവർ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന്. അതുപോലെ വീട് പണിയത്, വിത്ത് വിതയ്ക്കരുത്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുക. അവർ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് വരിക. അപ്പോൾ ദൈവം അവർ ചൂണ്ടിക്കാണിച്ചിട്ട് വരാം, കണ്ടോ, രേഖാബ് തൻ്റെ മക്കളോട് പറഞ്ഞത് അവരനുസരിച്ചു, എന്നാൽ ഞാൻ എൻ്റെ ജനത്തോട് പറഞ്ഞത് അവരനുസരിക്കുന്നില്ല എന്ന് കമ്പാരിസൺ നടത്തുക. എന്നിട്ട് അവർ പറയും അനുസരിക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹമെന്ന്. ഇന്നൊക്കെ എല്ലാം അത് ലംഘിച്ചുകൊണ്ട് പോവുക. വീഞ്ഞ് മദ്യം അത് അല്പമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെൺകുട്ടികൾ പോലും അല്ലേ ഇന്നത്തേക്ക് വൾഗർ നേച്ചറായിട്ട് മാറി. എന്നാൽ അതൊക്കെ ദൈവത്തിൻ്റെ പ്രമാണത്തിന് തെറ്റാണ്. അപ്പോൾ നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മുടെ മേലെ അനുഗ്രഹം വരും, നീതീകരണം വരും, ദൈവം നമ്മളെ ശുദ്ധീകരിക്കും, നമ്മളിൽ കൂടുതലും വിശുദ്ധീകരിക്കപ്പെടും, തേജസ്കരണത്തിലേക്ക് നമ്മൾ നടത്തും. നമ്മൾ പ്രകാശത്തിൻ്റെ അനുഭവം, സ്വാതന്ത്ര്യം, പ്രകാശം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മളിൽ ദൈവം അനുഭവമാദ്യമാക്കും. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഓരോ പ്രമാണങ്ങളും ദൈവം കൽപ്പിച്ചതിനനുസരിച്ച് മോശ പറഞ്ഞു, അത് അഹരോനോടും പുത്രന്മാരോടും ഒക്കെ നിവർത്തിപ്പാൻ കൽപ്പിച്ചതുപോലെ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ പ്രമാണങ്ങളും കർത്താവെ, ഞങ്ങൾ നിന്റെ അനുസരിപ്പാൻ കൃപ തരണമേ. തിരുവചനം അനുസരിപ്പാൻ കൃപ തരണമേ. ഞങ്ങളെ തേജസ്കരണത്തിൻ്റെ അനുഭവത്തിലേക്ക് നടത്തുന്ന ദൈവമോടുന്നായിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്ന തിരുവേന പ്രകാരം തേജസ്കരണത്തിൻ്റെ അനുഭവം ഞങ്ങളിൽ എവിടുന്ന് പകർന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചെന്ന് തിരുവേനുമേ ഞങ്ങൾ ഓർപ്പിക്കുന്ന പോലെ ഞങ്ങൾ പ്രകാരമായിരിക്കട്ടെ. ഞങ്ങളിവിടുത്തെ രക്തത്താൽ കഴുകണമേ, തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കണമേ, സ്വർഗീയ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. തിരുനാമം ഞങ്ങളിൽ കൂടെ മഹത്വപ്പെടുത്തണം. എല്ലാ സാഹചര്യങ്ങളെയും അവിടെ ഞങ്ങളോട് കൂടിയിരുന്ന് അനുകൂലമാക്കി തരണമേ.
എല്ലാറ്റിനായി സ്തുതി, കൃപയിൽ പൊതിയണമേ, തിരുനാമത്വപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ നാം മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ജീവിക്കാനായിട്ട് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തുതിച്ചു പാടിടാം നാം പരമേ ജീവനാളുകളെല്ലാം. താവിന്റെ കൃപകൾ ഓരോന്നും ഓർത്ത് വാഴ്ത്തി പുകഴ്ത്തിടാമേ.